ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നിവിടെ എയർ ഫ്രയർ ഉപയോഗിച്ച് പെർഫെക്റ്റ് ആയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കുന്ന വിധമാണ് കാണിക്കുന്നത്. ഇതുണ്ടാക്കാൻ ഒരു കാരണവുമുണ്ട്. വീട്ടിൽ കുറേ അധികം കിഴങ്ങുകൾ ഉണ്ടായിരുന്നു. ചീത്തയാക്കി കളയണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ഒരു റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തതാണിത്. പൊട്ടറ്റോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ സ്ലൈഡ്സ് ആക്കി മുറിച്ചെടുക്കുക. നല്ല ചെറുതാക്കരുത്, കുറച്ച് കട്ടിയിൽ നീളത്തിൽ അരിഞ്ഞെടുക്കുക. എന്നിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി 20 മിനിറ്റ് തണുത്ത വെള്ളത്തിൽ ഇട്ട് വെക്കുക. ഇതിൽ കൂടുതലുള്ള സ്റ്റാർച്ച് പോവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. 20 മിനിറ്റിന് ശേഷം ഈ വെള്ളത്തിൽ നിന്ന് ഇത് മാറ്റിയെടുക്കാം. നന്നായി വെള്ളമെല്ലാം വാർത്തി ഒരു ഡ്രൈ ആയിട്ടുള്ള ടവലോ ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് ഇതിലെ വെള്ളമെല്ലാം നന്നായി ഒന്ന് ഒപ്പിയെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 5-6 മിനിറ്റ് ഈ ടവലിന്റെ മുകളിൽ വെച്ചാൽ ഈ ഒരു വെള്ളമെല്ലാം ഡ്രൈ ആയി പോവും. സാധാരണയായി കിഴങ്ങെല്ലാം മുറിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കളർ ചേഞ്ച് വരും. പക്ഷെ ഇതിന്റെ സ്റ്റാർച്ച് എല്ലാം പോയത് കൊണ്ട് ഇതിന് കളർ ചേഞ്ച് പെട്ടെന്ന് വരില്ല. അതുകൊണ്ട് ഒരു 5-6 മിനിറ്റ് ഈ ഒരു ഡ്രൈ ക്ലോത്തിന്റെ മുകളിൽ ഇട്ട് വെച്ചാലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ഓയില് എന്നിവ ഒഴിച്ച് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയോ ചില്ലി ഫ്ലേക്സോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി നമ്മുടെ എയർ ഫ്രയറിന്റെ ട്രേയിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം നമ്മുടെ കിഴങ്ങുകൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ശരിക്കും 15-20 മിനിറ്റ് കൊണ്ട് റെഡിയാകും കേട്ടോ. ചെറിയ കുട്ടികൾക്കെല്ലാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. ഞാൻ കംപ്ലീറ്റ് കിഴങ്ങുകളും ഈ ട്രേയിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 180 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് ആണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയോ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഇവിടെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ 20 മിനിറ്റിന് ശേഷം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു എയർ ഫ്രയർ ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാകും. നിങ്ങൾക്ക് ഓയിലോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ മക്കൾക്കും വലിയ ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ശരിക്കും ഞാനിത് ഉണ്ടാക്കാൻ കാരണം തന്നെ 3-4 ദിവസമായിട്ട് വീട്ടിലില്ലാത്തത് കൊണ്ട് കിഴങ്ങ് വാങ്ങി വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അത് കേട് വരുന്നത് കണ്ടപ്പോൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാമെന്ന് കരുതിയപ്പോഴാണ് ഈ ഫ്രഞ്ച് ഫ്രൈസിന്റെ കാര്യം ഓർമ്മ വന്നത്. അങ്ങനെയാണെങ്കിൽ ഓയിൽ ഇല്ലാതെ ഉണ്ടാക്കാമെന്ന് കരുതി ട്രൈ ചെയ്ത ഒരു ഐറ്റമാണിത്. ഈവനിങ്ങിൽ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കഴിക്കണമെന്ന് താല്പര്യമുള്ളവർ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം. അപ്പോൾ ഗൈസ്, എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്ലീസ് കമന്റ്. താങ്ക് യു.